മക്കളെ, ഇന്ന് നമുക്ക് ഖുശ്ബൂ രജ്തേ ഹേ ഹാത്ത് എന്ന അരുൺ കമലിൻ്റെ കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബദ്ബൂ സേ പढ़ते जाते इस टोले के अंदर खुशबू रचते हैं हाथ, इससे कवि का तात्पर्य क्या होगा? बदबू से पढ़ते जाते इस टोले के अंदर खुशबू रचते हैं हाथ എന്നതിൽ കവി എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. इन गरीब और गंदगी में रहने वाले लोगों के हाथ ही पूरी दुनिया में खुशबू फैलाते हैं. അതിനെ നമുക്ക് इन गरीब और गंदगी में रहने वाले लोगों के हाथ ही पूरी दुनिया മേം കഴിഞ്ഞിട്ട് മേഹനത്ത് കി മേം കഴിഞ്ഞതിന് ശേഷം മേഹനത്ത് കി ഖുശ്ബൂ ഫൈലാത്തേ ഹെ അങ്ങനെയും എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ മീനിങ് നോക്കാം. ലോകമെമ്പാടും സുഗന്ധം പരത്തുന്നത് ഈ ദാരിദ്ര്യവും വൃത്തികെട്ടവരുമായ ആളുകളുടെ മെഹനത്തി ഖുശ്ബു മെഹനത്ത് കി ഖുശ്ബു അല്ലാതെ മെഹനത്ത് പറഞ്ഞാൽ പരിശ്രമത്തിൻ്റെ സുഗന്ധം പരത്തുന്നു എന്നാണ് പറഞ്ഞത്. ലോകമെമ്പാടും പരിശ്രമത്തിൻ്റെ സുഗന്ധം പരത്തുന്നത് ഈ ദാരിദ്ര്യവും വൃത്തികെട്ടവരുമായ ആളുകളുടെ കൈകളാണ്. ഇതില്ലാതെ പറയുകയാണെങ്കിൽ മെഹനത്തിക്ക് എന്നില്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകമെമ്പാടും സുഗന്ധം പരത്തുന്നത് ഈ ദാരിദ്ര്യവും വൃത്തികെട്ടവരുമായ ആളുകളുടെ കൈകളാണ്. രണ്ടാമത്തെ ചോദ്യം, ഖുശ്ബൂ രജ്തേ ഹേ ഹാത്ത് യഹാ ഖുശ്ബൂ രചന സേ ക്യാ ക്യാ സമജ് സക്തേ ഹേ? ഖുശ്ബൂ രജ്തേ ഹേ ഹാത്ത്, ഇവിടെ ഖുശ്ബൂ രചന സുഗന്ധം സൃഷ്ടിക്കുക എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ, ഖുശ്ബൂ രചന കാ അർത്ഥ ഹേ സുഗന്ധ് പൈദാ കർന യാ ബനാന. ഖുശ്ബൂ രചന എന്നതിൻ്റെ അർത്ഥം സുഗന്ധം സൃഷ്ടിക്കുക അല്ലെങ്കിൽ സുഗന്ധം പരത്തുക എന്നാണ്. ബനാന ഉണ്ടാക്കുക, സുഗന്ധം ഉണ്ടാക്കുക അല്ലെങ്കിൽ സുഗന്ധം പരത്തുക എന്നൊക്കെയാണ് എന്തിൻ്റെ അർത്ഥം വരുന്നത്? ഖുശ്ബൂ എന്നതിൻ്റെ രചന എന്നതിൻ്റെ അർത്ഥം വരുന്നത്. മസ്ദൂർ വർഗ് കെ ലോഗ് ഹി ഇസ് ദുനിയാ കോ സുന്ദർ ഓർ ഖുശ്ബൂദാർ ബനാത്തെ ഹെ. ആരാണിവിടെ അപ്പോൾ സുന്ദരവും സുഗന്ധപൂരിതവുമാക്കുന്നതെന്നാണ് പറഞ്ഞത്? മസ്ദൂർ ലോകാണ്, മസ്ദൂർ വർഗ്. എന്താണ് ഖുശ്ബൂ രചന എന്നാൽ സുഗന്ധം സൃഷ്ടിക്കുക അല്ലെങ്കിൽ സുഗന്ധം ഉൽപ്പാദിപ്പിക്കുക എന്നാണ് അർത്ഥം. ഈ ലോകത്തെ മനോഹരവും സുഗന്ധപൂരിതവുമാക്കുന്നത് തൊഴിലാളി വർഗമാണ്, മസ്ദൂർ വർഗാണ് ഇവിടെ സുന്ദരവും സുഗന്ധപൂരിതവുമാക്കുന്നത് തൊഴിലാളി വർഗം. മസ്ദൂർ വർഗം എന്താണ്? തൊഴിലാളി വർഗം. അടുത്തത്, ഖുശ്ബൂ രജ്തേ ഹാത്തോ വാല മുഹല്ല കഹാം കഹാം ബസ്താ ഹെ? സുഗന്ധം സൃഷ്ടിക്കുന്ന കൈകളുള്ളവർ പ്രദേശത്ത് എവിടെയൊക്കെയാണ് താമസിക്കുന്നത് എന്നാണ് ചോദ്യം. ഗലിയോം കെ ബീച്ച്, ഗലി എന്ന തെരുവ്, തെരുവുകൾക്കിടയിൽ. നാലേ കെ പാർ അഴുക്കുചാലിനു കുറുകെ, അഴുക്കുചാലിനു കുറുകെ വളരെ സുഗന്ധം സൃഷ്ടിക്കുന്ന ചന്ദനത്തിരികൾ, സുഗന്ധം സൃഷ്ടിക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് പറഞ്ഞത്. ഒന്ന് തെരുവിലാണ് അവർ താമസിക്കുന്നത്. അതുപോലെ തന്നെ നാലേ കെ പാർ എന്ന് പറഞ്ഞാൽ അഴുക്കുചാലിനു കുറുകെ, കൂടെ കർക്കട്ട് കെ ടേരോം കെ ബാദ് മാലിന്യ കൂമ്പാരത്തിന് ശേഷം. അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണുള്ളത്? തെരുവിലാണ് അവർ താമസിക്കുന്നത്, അഴുക്കുചാലുണ്ട്, അതുപോലെ തന്നെ മാലിന്യ കൂമ്പാരങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിലാണ് അവർ താമസിക്കുന്നത്. അവിടെ ഇരുന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സുഗന്ധപൂരിതമായിട്ടുള്ള ചന്ദനത്തിരികൾ നിർമ്മിക്കുന്നത്. അടുത്തത്, ഖുശ്ബൂ രചനെ വാലെ ഹാത്തോं की विशेषताएं क्या क्या है?
സുഗന്ധം സൃഷ്ടിക്കുന്ന കൈകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവര് സുഗന്ധം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ അവരെങ്ങനെയൊക്കെയുള്ള കൈകളാണ് അവിടെ സുഗന്ധം സൃഷ്ടിക്കുന്നത് എന്ന് കവിതയിൽ പറയുന്നുണ്ട് അല്ലേ. നസോം വാലേ ഹാത്ത്. എന്താ നസോം വാലേ ഹാത്ത് പറഞ്ഞാല്? നരമ്പുകളുള്ള കൈ. നരമ്പൊക്കെ പൊന്തിയിട്ട് ഇങ്ങനെയുള്ള കൈ. അപ്പൊ ആരുടെ കൈകളായിരിക്കും? പ്രായമായവരുടെ കൈകളായിരിക്കും അല്ലെ. നസോം വാലേ ഹാത്ത്. വളരെയധികം പരിശ്രമം കൊണ്ട് നരമ്പുകൾ പൊന്തി പ്രായമായി അങ്ങനെ നരമ്പ് പൊന്തിയ കൈകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ പ്രായമായവരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നസോം വാലേ ഹാത്താണ്. പിന്നെ ഗിസേൻ ആഗൂനോം വാലേ ഹാത്ത്. തേഞ്ഞ നഖങ്ങളുള്ള കൈകൾ. കൈകളിലെ നഖങ്ങളൊക്കെ എന്തായിട്ടുണ്ട്? തേഞ്ഞു പോയിട്ടുണ്ട്. തേഞ്ഞ നഖങ്ങളുള്ള കൈകൾ. അതുപോലെ തന്നെ പീപ്പിൾ കെ പത്തേസെ നയേ നയേ ഹാത്ത്. അരയാൽ ഇല പോലെ പുതുമയുള്ള കൈകൾ. അരയാൽ ഇല പോലെ പുതിയ നന്നെ ചെറിയ ഇളം കൈകൾ, കുഞ്ഞു കൈകൾ. അത് ആരുടേതായിരിക്കും? കുട്ടികളുടെ കൈകളായിരിക്കും അല്ലേ. അപ്പൊ നോക്കാം അടുത്ത ചോദ്യം. पढ़ें और लिखें दुनिया की सारी गंदगी के बीच दुनिया की सारी खुशबू रचते हैं हाथ. इन पंक्तियों का विचार करें. आंसर നോക്കാം. जो गंदगी और गरीबी के बीच भी सुंदरता और खुशबू बना सकते हैं, बस मेहनत और लगन होनी चाहिए. അതായത് മാലിന്യത്തിനും ദാരിദ്ര്യത്തിനും ഇടയിൽ പോലും സൗന്ദര്യവും സുഗന്ധവും സൃഷ്ടിക്കാൻ കഴിയുന്നവർ അവരുടെ കഠിനാധ്വാന സമർപ്പണമാണ് അവിടെ പറയുന്നത്. അതിനെന്താണ് വേണ്ടത്? മേഹനത്താണ്. മേഹനത്ത് ഓർ ലഗ്ന ഹോനി ചാഹിയേ. കഠിനാധ്വാനം, പരിശ്രമം അതിന് ആവശ്യമാണ്. ദുനിയാ കി സാരി ഗന്ദഗി കെ പീച്ച് ദുനിയാ കി സാരി ഖുശ്ബൂ ജസ്തേ ഹെ ഹാത്ത് എന്ന വരിയുടെ ആശയമാണ് നമ്മൾ നോക്കിയത്. जो गंदगी और गरीबी के बीच भी सुंदरता और खुशबू बना सकते हैं, मेहनत और लगन होनी चाहिए. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? പരിശ്രമം വേണം. അടുത്തത് നോക്കാം. यही इस गली में बनती है मुल्क की मशहूर अगरबत्तियाँ. ആ വരിയുടെ ആശയം എന്താണ് എന്നാണ് ചോദ്യം. कवि कहना चाहते हैं कि देश में प्रसिद्ध खुशबूदार अगरबत्तियाँ इन्हीं गरीब लोगों के हाथों से बनती है. കവി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം രാജ്യത്തെ പ്രശസ്തമായ സുഗന്ധമുള്ള ചന്ദനത്തിരികൾ പാവപ്പെട്ടവന്റെ കൈകളാലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അവരാണ് സുഗന്ധപൂരിതമായിട്ടുള്ള ചന്ദനത്തിരികളൊക്കെ നിർമ്മിക്കുന്നത്. അത് പറയാനാണ് കവി ആഗ്രഹിക്കുന്നത്. അവിടെ കേവട, ഗുലാബ്, ഗാസ് ഓർ രാത്രാണി കി അഗർബത്തിയം. കേവട അതുപോലെ തന്നെ ഗുലാബ്, ഗാസ്, രാത്രാണി മുതലായ അഗർബത്തിയ മുതലായ ചന്ദനത്തിരികൾ ഉൻകി മെഹനത്ത് ഹി ദുനിയാമേ ഖുശ്ബൂ ഫൈലാത്തി ഹെ. അവരുടെ കഠിനാധ്വാനം, അവരുടെ പരിശ്രമം ലോകമെമ്പാടും സുഗന്ധം പരത്തുന്നു. അടുത്ത ചോദ്യം. सोचे और लिखे ये हाथ किन किन के होंगे. ഉപരി നസോം വാലെ ഹാത്ത്. ഉപരി നസോം വാലെ ഹാത്ത് നരമ്പുകൾ പൊന്തിയ കൈകൾ. നരമ്പുകൾ പൊന്തിയ കൈകൾ. ഗരീബി സേ സൂക്കേ ആത്മീയൊക്കെ. ദാരിദ്ര്യത്തിൽ വരണ്ടുണങ്ങിയ മനുഷ്യരുടെ. ഗിസേ നാഗൂനോം വാലെ ഹാത്ത്. ഗിസേ നാഗൂനോം വാലെ ഹാത്ത് തേഞ്ഞ നഖങ്ങളുള്ള കൈകൾ. തേഞ്ഞ നഖങ്ങളുള്ള കൈകൾ. കഠിൻ മെഹനത്തിയോക്കെ. കഠിന പരിശ്രമികളുടെ കൈകളാണ്. കഠിന പരിശ്രമികളുടെ കൈകൾ. മൂന്നാമത്തത് പീപ്പിൾ കെ പത്തേസെ നയേ നയേ ഹാത്ത്. അരയാലില പോലെയുള്ള പുതിയ കൈകൾ, കോമളമായിട്ടുള്ള കൈകൾ. അത് ബച്ചോം കെ ഹാത്താണ്. 3 ബച്ചോം കെ ഹാത്ത്, കുട്ടികളുടെ ബച്ചോം കെ ഹാത്ത്. നാലാമത്തത് ജൂഹി കി ഡാൽ സെ ഖുശ്ബൂദാർ ഹാത്ത്. ജൂഹി ശാഖ പോലെ സുഗന്ധപൂരിതമായ കൈകൾ.
ലഡ്കിയോം കെ ഹാത്താണത്. ലഡ്കിയോം കെ ഹാത്ത്. 4 ലഡ്കിയോം കെ ഹാത്ത്. 5 ഗന്ദേ കട്ടേ പിട്ടേ ഹാത്ത്. വൃത്തികെട്ട കൈകൾ. വൃത്തികെട്ട കെട്ടിയ കൈകൾ എന്നിവിടെ പറഞ്ഞത്, വൃത്തികെട്ട കൈകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനെയാണ്? മെഹത്തരോം കെ ഹാത്താണ്. മെഹത്തരോം കെ ഹാത്ത്. മെഹത്തരോം എന്ന് പറഞ്ഞാൽ തോട്ടിപ്പണിക്കർ, അത് ക്ലീനിങ് ചെയ്യുന്നവരെയാണ് മെഹത്തരോം എന്ന് പറഞ്ഞത്. മെഹത്തരോം കെ ഹാത്താണ്. ജഖ്മ് സേ ഫട്ടേ ഹുയേ ഹാത്ത്. ജഖ്മ് സേ ഫട്ടേ ഹുയേ ഹാത്ത്. മുറിവേറ്റ കൈകൾ. മുറിവേറ്റ കൈകൾ ബഡോം കെ ആണ്. ബഡോം കെ ഹാത്ത്. ബഡോം കെ ഹാത്താണ്. ജഖ്മ് സേ ഫട്ടേ ഹുയേ ഹാത്ത് ബഡോം കെ ഹാത്ത്. ഓക്കെ, എഴുതിയത് നോക്കാം. മെഹനത്തിയോം കെ, ബച്ചോം കെ, ലഡ്കിയോം കെ, മെഹത്തരോം എന്നല്ലേ? മെഹത്തരോം. മെഹത്തരോം കെ എന്നാണ് കേട്ടോ. മെഹത്തരോം കെ, ബഡോം കെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. मजदूर वर्ग के लोग ही इस दुनिया को सुंदर और खुशबूदार बनाते हैं. क्या इससे आप सहमत है? समर्थन करें. മസ്ദൂർ വർഗ് തൊഴിലാളി വർഗമാണ്. മസ്ദൂർ വർഗ് കെ ലോക, തൊഴിലാളി വർഗത്തിലുള്ള ആളുകൾ. ഈ ദുനിയാക്കോ, ഈ ലോകത്തിനെ സുന്ദരവും സുഗന്ധപൂരിതവുമാക്കുന്നു. താങ്കൾ ഇതിനോട് ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ സമർത്ഥിക്കാനാണ് പറഞ്ഞത്. നമുക്ക് ആൻസർ നോക്കാം. ഹാ മേ ഇസ്സേ പൂരി തരഹ സഹമത് ഹൂം. അതെ, ഞാൻ ഇതിനോട് പൂർണ്ണമായും സമ്മതിക്കുന്നു. ഉൻകി മെഹനത്ത് സേ ഹി സബ് കുച്ച് ബൻതാ ഹേ. അവരുടെ കഠിനാധ്വാനം, അവരുടെ പരിശ്രമം കൊണ്ട് തന്നെയാണ് എല്ലാം നിർമ്മിക്കുന്നത്. ഗർ സജാവട്ട് കി ചീസേ യഹാൻ തക്ക് കി ഖുശ്ബൂദാർ അഗർബത്തിയാമ്പി. എന്തൊക്കെയാണ് അവരുടെ പരിശ്രമം കൊണ്ടുണ്ടാക്കുന്നത്? ഗർ വീടുകൾ, അലങ്കാര വസ്തുക്കൾ, യഹാം തക്ക് കി ഇതുവരെ, ഏതുവരെയുള്ള കാര്യങ്ങൾ? ചന്ദനത്തിരി വരെ. ചന്ദനത്തിരി വരെ അവരുടെ പരിശ്രമം കൊണ്ട് നിർമ്മിക്കുന്നതാണ്. തൊഴിലാളി വർഗങ്ങളാണ് അതൊക്കെ ചെയ്യുന്നത്. ബിനാ മസ്തൂരോം കെ കോയി ബി സമാജ് ആകെ നഹീ ബഡ് സക്ത. തൊഴിലാളികളില്ലാതെ ഒരു സമൂഹത്തിനും പുരോഗമിക്കാൻ കഴിയുകയില്ല. ഒരു സമൂഹത്തിനും പുരോഗതി ഉണ്ടാവുകയില്ല. ആരില്ലാതെ? മസ്തൂരോം കെ ബിന, തൊഴിലാളി വർഗങ്ങളില്ലാതെ. അടുത്ത ചോദ്യം നോക്കാം. कविता में प्रयुक्त शब्द खुशबू सिर्फ खुशबू नहीं. विचार करें और लिखें यहाँ खुशबू और क्या क्या हो सकती है. കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ഖുശ്ബു എന്ന ശബ്ദം, ഇത് കേവലം ഖുശ്ബു, സുഗന്ധം എന്ന് മാത്രമല്ല കവി അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കവി അതിന് മറ്റു പല അർത്ഥങ്ങളും അത് മറ്റു പല അർത്ഥങ്ങളെയും കവി അതിലൂടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. യഹാ ഖുശ്ബു കാ മത്ലബ് സിർഫ് മഹക്ക് നഹി ഹെ. ഇവിടെ ഖുശ്ബു എന്നതിൻ്റെ അർത്ഥം കേവലം മഹക്ക്, ഗന്ധം എന്ന് മാത്രമല്ല, സുഗന്ധം എന്ന് മാത്രമല്ല ഖുശ്ബു എന്നതിൻ്റെ അർത്ഥം. ബൽക്കി വഹ് മേഹനത്ത്, മറിച്ച് അതെന്താണ്? കഠിനാധ്വാനം. അച്ചായി, നന്മ. ദുനിയാമേ ബലായി, ബലായി ലോകത്തിൻ്റെ നന്മ. ദുനിയാമേ ബലായി ഫൈൽനാക്കി പ്രതീക, ലോകത്തിൽ നന്മ വ്യാപിക്കുന്നു എന്നതിൻ്റെ പ്രതീകം കൂടിയാണ്. ഖുശ്ബു, സുഗന്ധം പരത്തുന്നു എന്നത് ലോകത്തിൽ നന്മ പരത്തുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, പരിശ്രമം അതുപോലെ തന്നെ അച്ചായി, ബലായി അതൊക്കെയാണ് അതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കാം. खुशहाल समाज के निर्माण में मजदूर वर्ग की भूमिका विषय पर ഖുശ്ബു രചത്തെ ഹെ ഹാത്ത് കവിതാക്കെ ആധാർ പർ ലേഖ ലിഖിയ. അടുത്തത് ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ഉപന്യാസം എഴുതാൻ. ഖുശ്ബു രചത്തെ ഹെ ഹാത്ത് എന്ന കവിതയെ ആസ്പദമാക്കി ഒരു
സമ്പന്ന സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ തൊഴിലാളി വർഗത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതിയത് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് ക്വസ്റ്റ്യൻ ആണേ, ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ക്വസ്റ്റ്യൻ. ഞാൻ ആൻസർ നോക്കാം. कवि अरुण कमल ने अपनी कविता खुशबू रचते हैं हाथ में मेहनत करने वाले लोगों की अहमियत बताई है. കവി അരുൺ കമൽ തൻ്റെ ഖുശ്ബു രച്തേ ഹെ ഹാത്ത് എന്ന കവിതയിൽ കഠിനാധ്വാനികളായ ആളുകളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. കവി कहते हैं कि मजदूर वर्ग हमारे समाज का बहुत जरूरी हिस्सा है. തൊഴിലാളി വർഗം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണെന്ന് കവി പറയുന്നു. इन सब की मेहनत से ही हमारा जीवन आसान और अच्छा बनता है. അവരുടെ കഠിനാധ്വാനം നമ്മുടെ ജീവിതത്തെ എളുപ്പവും അതുപോലെ തന്നെ മികച്ച നല്ലൊരു ജീവിതവുമാക്കി മാറ്റുന്നു. ഗന്ദേ മാഹോൽ മേ ബി യേ ലോഗ് മെഹനത്ത് കി ഖുശ്ബു ഫൈലാത്തെ ഹെ. മലിനമായ അന്തരീക്ഷത്തിൽ പോലും ഈ ആളുകൾ അവരുടെ അധ്വാനത്തിൻ്റെ സുഗന്ധം പരത്തുന്നു. ഉൻകെ ബിനാ സമാജ് അധൂരാ ഹെ. അവരെ കൂടാതെ സമൂഹം അപൂർണമാണ്. സമാജ് അധൂരാ ഹെ, അപൂർണമാണ്. इसलिए मजदूरों का काम बहुत कीमती है और उनकी मेहनत से ही समाज खुशहाल और सुंदर बनता है. इसलिए मजदूरों का काम, അതിനാൽ തൊഴിലാളികളുടെ അധ്വാനം വളരെ വിലപ്പെട്ടതാണ്. അവരുടെ കഠിനാധ്വാനം സമൂഹത്തെ സമൃദ്ധവും മനോഹരവുമാക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. മസ്ദൂർ വർഗാണ് അടുത്തത്. മസ്ദൂർ വർഗ്, തൊഴിലാളി വർഗ്. ഏതൊക്കെ തൊഴിലാളികളാണ് ഉള്ളത്? തൊഴിലാളി വർഗാണ്. മെഹത്തർ നമ്മൾ നേരത്തെ പഠിച്ചില്ല. ഈ മെഹത്തർ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലീനിങ് സെഷനിലുള്ളവർ പറഞ്ഞില്ലേ. പിന്നെ ബുനിക്കർ, അതുപോലെ തന്നെ കുംഹാർ പറഞ്ഞ കുശവൻ, കിസാൻ കർഷകൻ. ഇനി ബാക്കി 4 ജോലിയാണ് നമ്മൾ എഴുതേണ്ടത്. 4 ജോലി. അപ്പോൾ എഴുതിയത് നോക്കാം. രസോയ്യ പറഞ്ഞ കുക്കാണ് രസോയ്യ. ചാലക് യാ ഡ്രൈവർ ഡ്രൈവർ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ചാലക് അല്ലെങ്കിൽ ഡ്രൈവർ, അതായത് രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടോ. ചാലക് പറഞ്ഞാൽ ഡ്രൈവറാണ്, ഡ്രൈവർ. രാജമിസ്ത്രി പറയണത് കൽപ്പണിക്കാരനെയാണ്, കൽപ്പണിക്കാരൻ. അതുപോലെ തന്നെ കുലി പറഞ്ഞാൽ കൂലി തന്നെ, കൂലി ചുമടൊക്കെ എടുക്കുന്ന കൂലി. ഇനി അടുത്തതായിട്ട് खुशहाल समाज मजदूर वर्ग की भूमिका. സന്തുഷ്ട സമാജ്, ഖുശ്ഹാൽ സമാജ് മസ്ദൂർ വർഗാണ് ചോദിച്ചത്. സന്തുഷ്ട സമാജ്, സന്തുഷ്ടമായിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. റൊട്ടി, യാതായാത്ത്, മക്കാൻ, കപ്പട ഇവിടെ തന്നിട്ടുണ്ട്. ഇനി 4 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. കച്ചര ഇകട്ട കർണ മാലിന്യ ശേഖരണം. സാമാൻ ടോന എന്ന് പറഞ്ഞാൽ ലഗേജ് കൊണ്ടുപോവുക, സാമാൻ ടോന. ശിക്ഷ വിദ്യാഭ്യാസം. സ്വാസ്ഥ്യ ആരോഗ്യം. അടുത്തത് अपने इलाके के कुछ मजदूरों और उनके कामों को सूचीबद्ध करें और कक्षा के संकलन में जोड़ें. നമ്മുടെ പ്രദേശത്തുള്ള കുറച്ച് തൊഴിലാളികളുടെ ജോലികൾ ചാർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അവരുടെ ജോലികളും എന്താണ് അവർ ചെയ്യുന്നത് എന്ന കാര്യവും കൂടെ എഴുതാൻ.
സഫായി കർമ്മി പറഞ്ഞാൽ തൂപ്പുകാർ, തൂപ്പു ജോലി ചെയ്യുന്നവര്. വേ ഹമാരെ മൊഹല്ലേക്ക് സടക്ക് ഓർ നാലിയാം സാഫ് കർത്തി ഹേ, അവർ നമ്മുടെ പ്രദേശത്തെ റോഡുകളും അഴുക്കുചാലുകളും വൃത്തിയാക്കുന്നു. സഫായി കർമ്മിയാണ് നമ്മുടെ പ്രദേശത്തുള്ള റോഡുകളും അതുപോലെ തന്നെ അഴുക്കുചാലുകളൊക്കെ വൃത്തിയാക്കുന്നത്. ശിക്ഷാചാലക് യാതായാത് കേലിയെ എവിടേക്കാണ് കേട്ടോ, കേൻ്റെ അടുത്തേക്കാണ് ലിയെ കേട്ടോ. കേലിയെ ഹമേ ശിക്ഷാചാലക് ചാഹിയെ. ശിക്ഷാചാലകാണ് ഗതാഗതത്തിന് റിക്ഷ വലിക്കുന്നവരെ റിക്ഷാചാലക് യാതായാത് ഗതാഗതത്തിന് വേണ്ടിയിട്ട് റിക്ഷ വലിക്കുന്നവർ, റിക്ഷാചാലക് എന്ന് പറയുന്നത്. രസോയ്യ പറഞ്ഞാൽ കുക്ക്, അപ്പോൾ ഷെഫാണ് രസോയ്യ എന്ന് പറയുന്നത്. ഗാന സ്വാദിഷ്ട ഓർ സാഫ് സുതര ഹോത്താ ഹേ, ഭക്ഷണം രുചികരവും സാഫ് സുതര വൃത്തിയുള്ളതും, നല്ല വൃത്തിയുള്ള ശുചിത്വത്തോടു കൂടി രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ് ആര്? രസോയ്യ. ബെഡയി ഇവിടെ ഒരു ഐഫുണ്ടേ. ബെഡയി പറഞ്ഞാല് മരപ്പണിക്കാരനാണ്, മരപ്പണിക്കാരൻ. വേ ലക്കടീസെ ദർവാസെ ഖിഡ്കിയാം ഫർണിച്ചർ ബനാത്തെ ഹെ. മരപ്പണിക്കാരൻ, മരം കൊണ്ട് പണി ചെയ്യുന്ന ആശേരിപ്പണി, മരപ്പണി എന്നൊക്കെ പറയും. മരപ്പണിക്കാരൻ എന്താണ് ചെയ്യുന്നത്? അവർ തടിയിൽ നിന്ന് വാതിലുകളും ജനലുകളും ഫർണിച്ചറുകളും നിർമ്മിക്കുന്നു. അപ്പം നമ്മുടെ പ്രദേശത്തുള്ള തൊഴിലാളി വർഗങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയത്. 4 എണ്ണമാണ് നമ്മൾ എഴുതിയത്. സഫായി കർമ്മി, റിക്ഷാചാലക്, രസോയ്യ, ബഡയി കേട്ടോ. അവിടെ നേരത്തെ ഞാൻ ശിക്ഷാചാലക് എന്നാണ് അറിയാതെ പറഞ്ഞു പോയതാണ്, തെറ്റിപ്പോയതാണ് കേട്ടോ. അവിടെ റിക്ഷ എന്നാണ്, രായാണ്. റിക്ഷ വലിക്കുന്നവർ റിക്ഷാചാലക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവിതാക്ക് ആസ്വാദൻ ടിപ്പണി എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ച കവിതയുടെ ആസ്വാദൻ ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആസ്വാദൻ ടിപ്പണി നോക്കാം. अरुण कमल की कविता खुशबू रचते हैं हाथ में, कवि ने मेहनती लोगों के जीवन संघर्ष और सृजनशीलता को सुंदर ढंग से चित्रित किया है. അരുൺ കമലിൻ്റെ ഖുശ്ബൂ രച്തേ ഹേ ഹാത്ത് എന്ന കവിതയിൽ കഠിനാധ്വാനികളായ ആളുകളുടെ ജീവിതത്തെയും പോരാട്ടങ്ങളെയും കുറിച്ച് സൃജനാശീലത പറഞ്ഞാൽ സർഗാത്മകതയെയും സുന്ദർ ടെങ്സെ സുന്ദരമായ രീതിയിൽ കവി ഇവിടെ വരച്ചു കാട്ടുന്നു. ചിത്രിത കിയാഹെ ചിത്രണം ചെയ്തിരിക്കുന്നു. കവി ബതാത്തെ ഹേ കി കവി പറയുകയാണ്, കവി ഇവിടെ വിശദീകരിക്കുകയാണ്. ജിൻ ബസ്തിയോ മേ ഗന്ദഗി और गरीबी फैली है वहीं के लोग अपने हाथों से खुशबूदार अगरबत्तियां बनाते हैं. എന്താണ് പറയുന്നത്? മാലിന്യവും അതുപോലെ തന്നെ ദാരിദ്ര്യവും നിറഞ്ഞ ചേരികളിൽ ആളുകൾ, ആ ദാരിദ്ര്യം നിറഞ്ഞ ചേരികളിൽ താമസിക്കുന്ന ആളുകൾ സ്വന്തം കൈകൾ കൊണ്ട് സുഗന്ധമുള്ള ചന്ദനത്തിരികൾ നിർമ്മിക്കുന്നുവെന്ന് കവി ഇവിടെ വിശദീകരിക്കുന്നു. यह कविता हमें सिखाती है कि सच्ची सुंदरता और पवित्रता मेहनत में छिपी होती है. ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം സച്ചി സുന്ദരത ഓർ പവിത്രത, ശരിയായിട്ടുള്ള സൗന്ദര്യവും പവിത്രതയും ഒളിച്ചിരിക്കുന്നത് പരിശ്രമത്തിലാണ് എന്നാണ് പറയുന്നത്. കഠിനാധ്വാനമൊക്കെ എവിടെയാണുള്ളത്? അതിൻ്റെ സൗന്ദര്യം നിലനിൽക്കുന്നത്, ഒളിച്ചു നിൽക്കുന്നത് മേഹനത്ത് പറഞ്ഞ പരിശ്രമം. ചിപ്പി ഹോത്തിയെ, ചിപ്പി പറഞ്ഞാൽ ഒളിച്ചു നിൽക്കുക, മറഞ്ഞു നിൽക്കുക.
പരിശ്രമത്തിലാണ് മറന്നു നിൽക്കുന്നത്. ഖുശ്ബൂ കാ മത്ലബ് ഹേ മെഹനത്ത്. ഖുശ്ബു സുഗന്ധം എന്നതിൻ്റെ അർത്ഥം മെഹനത്ത് പരിശ്രമം, അച്ചായി, അതുപോലെ തന്നെ ദുനിയാമേ ബലായി ലോകത്തിലെ നന്മ, മാനവത, മനുഷ്യത്വം, അതൊക്കെയാണ് എന്ത് ഖുശ്ബു എന്ന് പറയുന്നത്, സുഗന്ധം എന്ന് പറയുന്നത്. സുഗന്ധം എന്ന് പറയുന്നത് പരിശ്രമം, നന്മ, ബലായി, ബലായി പറഞ്ഞാൽ നന്മ തന്നെയാണ് കേട്ടോ, ബലായി. അതുപോലെ തന്നെ ഇത് അച്ചായി പറഞ്ഞാൽ നല്ലത്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ലത് എന്നുള്ള അർത്ഥം, നന്മ. അതുപോലെ തന്നെ മാനവത, മനുഷ്യത്വം. കവി കാ സന്ദേശേക്കി, കവി ഈ കവിതയിലൂടെ നൽകുന്ന സന്ദേശം, ये साधारण दिखने वाले लोग ही समाज को खुशहाल और सुगंधित बनाते हैं. ഈ എങ്ങനെയുള്ള ആളുകളാണ്? നമ്മൾ സാധാരണക്കാരായി കാണുന്ന, നമ്മൾ സാധാരണക്കാരെന്ന് പറയുന്ന ആളുകളാണ്, അങ്ങനെയുള്ള സാധാരണക്കാരാണ് ഈ സമൂഹത്തെ സന്തോഷിപ്പിക്കുന്നതും സുഗന്ധപൂരിതമാക്കുന്നതും എന്ന് കവി പറയുന്നു. ഈ കവിതയിലൂടെ കവി നൽകുന്ന സന്ദേശം, സാധാരണ ജനങ്ങളാണ് നമുക്ക് ഈ സമൂഹത്തെ സുഗന്ധപൂരിതവും അതുപോലെ തന്നെ എന്താ പറയുക സന്തോഷപൂരിതവുമാക്കുന്നത് എന്ന് കവി ഈ കവിതയിലൂടെ പറയുന്നു. അത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക.